വൈദ്യരെ, എനിക്ക് തന്നത് ആ വൈശാലിയുടെ മുഖമാണല്ലോ. അതും പോരാത്തതിന് അവൾ അവളുടെ ഭർത്താവിനെ എന്തിനു കൊല്ലണം? എന്നിട്ട് ആ കൊലപാതകം എന്റെ തലയിലായത് എന്തിനാ? എന്റെ ശ്രീരാമ, അവർക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണോ അവൾ അവനെ കൊന്നത്? അതും കഴിഞ്ഞ് ആ പെണ്ണ് ചന്ദ്രികയുടെ കണ്ണിൽ തന്നെ പെടണമായിരുന്നോ? എന്റെ സ്ഥാനത്ത് വൈശാലിയെ കൊണ്ടിരുത്താൻ ചന്ദ്രികയ്ക്ക് തോന്നിയതും അവൾക്ക് എന്റെ മുഖഛായ ഉള്ളത് കൊണ്ടല്ലേ? ഇതെന്താ ഇങ്ങനെ? ആരുടെ ജീവിതത്തിൽ നടക്കാത്തതൊക്കെ എന്റെ ജീവിതത്തില്. അയ്യോ അയ്യോ, എന്റെ രൂപം ഇങ്ങനെ മാറിപ്പോയത് ഡേവിഡിനോട് ഒരിക്കലും അടുക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കോ? ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട? ഞാനാണ് വൈദേഹിന്ന് എങ്ങനെ ഞാൻ തെളിയിക്കും? ചന്ദ്രിക ജീവനോടെ ഉണ്ടെന്ന് തെളിയിക്കാന്ന് വെച്ച ഈ ജയിലിൽ കിടക്കുന്നുള്ള എനിക്ക് അവരെ ഒന്ന് കാണാൻ പോലും കഴിയില്ല. എന്തൊരു പരീക്ഷണായത് ദൈവേ, എന്തൊരു പരീക്ഷണം. അത് ശരിയാ, അടുത്ത് തന്നെ ഉണ്ടെങ്കിലേ അറിയാൻ പറ്റൂ. അങ്ങനെ നീ എപ്പോഴും അടുത്തുണ്ടായിരുന്നെങ്കിൽ മറ്റൊരാൾ നിന്റെ സ്ഥാനത്ത് എങ്ങനെ എവിടെ എത്തും? ആ സമയത്ത് നീ എവിടെയായിരുന്നു? എന്റെ അടുത്ത് അവരാരും ഇല്ലായിരുന്നു. ഞാനൊന്ന് പുറത്തേക്ക് പോയതാ. എവിടേക്കാണ് പോയത്? ഒരു നിമിഷം വേണ്ടി വരില്ല ഞാൻ എവിടെ പോയിരുന്നു എന്ന് പറയാൻ. പക്ഷെ അമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോ അത് പറയാനും കഴിയുന്നില്ല. അതോടെ അമ്മയോടൊപ്പം എന്റെ കുടുംബത്തിനും വലിയ പേരുദോഷം ഉണ്ടാവും. അപ്പൊ ഞാൻ എങ്ങനെ അത് പുറത്ത് പറയും? എന്നാലും അമ്മയെ മാത്രം വിളിച്ച് എനിക്കത് പറയാമല്ലോ. സത്യം അറിയുമ്പോ അമ്മയ്ക്കെങ്കിലും എന്നെ തിരിച്ചറിയാനാവുമല്ലോ. ഞാനാണ് അമ്മയുടെ വൈദേഹിന്ന് അമ്മ ഒരാളെങ്കിലും അറിഞ്ഞാ മതി. അമ്മ മറ്റെല്ലാവരോടും പറഞ്ഞോളൂ. നാളെ കോടതിയിൽ വെച്ച് അമ്മയോട് ഇത് എങ്ങനെയെങ്കിലും പറയാൻ അവസരം കണ്ടെത്തണം. അതാണ് ഇതിനൊരു പോംവഴി. അമ്മയോട് പറയണം. നിലാവ് പോലത്തെ ഒരു സുന്ദരിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഫോട്ടോയിൽ നോക്കി എന്താണാവോ ഇങ്ങനെ ആസ്വദിക്കുന്നത്? അതൊക്കെ മനോഹരമായ ഓർമ്മകളല്ലേ സാമ്പ്രാണിത്തിരി? ഈ ജീവിതകാലം മുഴുവനും ജീവിക്കാൻ ആ ഓർമ്മകൾ മാത്രം മതി. എന്നുവെച്ച് ഞാൻ ഇല്ലാതായാലും കുഴപ്പമില്ലേ ദേവേട്ടന്? ആ തുടങ്ങി. അങ്ങനെയൊന്നും പറയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ ഓർമ്മകൾ മാത്രം മതിയെന്ന് പറഞ്ഞതോ?
ഓർമ്മകളോടൊപ്പം നീയും കൂടി ഉണ്ടെങ്കിൽ ആ സന്തോഷം ഇരട്ടിക്കില്ല എന്റെ മുത്തേ. ഓർമ്മകളുടെ ഈ ചെപ്പിലേക്ക് നാളത്തേക്ക് കുറെ ഓർമ്മകൾ കൂട്ടിവെക്കുക ഞാൻ. അതല്ലാതെ നീ ഇല്ലാതാവുന്നത് എനിക്ക് ഓർക്കാൻ കൂടി കഴിയില്ല. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെയുള്ള വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഒരു പക്ഷേ ഞാൻ ഇല്ലാണ്ടായാലോ? നീ ഇല്ലാതാവുകയാണെങ്കിൽ എന്റെ ഈ ഹൃദയം അതോടെ നിലച്ചു പോകും. നോക്ക്, നീ ഇല്ലാതായ പിന്നെ ഈ ദേവനും ഉണ്ടാവില്ല വൈദേഹി. നമ്മുടെ രണ്ട് ഹൃദയം ഇങ്ങനെ ഒന്നിച്ച് ഒന്നിനോടൊന്ന് കെട്ടുപിണഞ്ഞു കിടക്കുക. അതിലൊന്ന് നിലച്ച മറ്റതും അനങ്ങാതാവും. എന്റെ മരണം വരെ നീ ഇങ്ങനെ എന്റെ അരികിൽ തന്നെ ഉണ്ടാവണം. നമ്മുടെ സന്തോഷം എന്നും ഇതുപോലെ ആയിരിക്കണം. വൈദേഹി, നീ വന്നുവല്ലോ വൈദേഹി. ഒടുവിൽ എന്നെ കാണാൻ നീ വന്നുവല്ലോ. എന്നെ തനിച്ചാക്കിയിട്ട് പോകാൻ നിനക്ക് എങ്ങനെയാ മനസ്സ് വന്നത്? ജീവിച്ചാലും മരിച്ചാലും എന്റെ ഒപ്പാണെന്ന് പറഞ്ഞിട്ട്, എന്റെ ഈ ജീവൻ നിലയ്ക്കുന്നവരെ ഈ കൈ വിടില്ല എന്ന് പറഞ്ഞിട്ട്, എങ്ങനെ ഈ ലോകത്ത് എന്നെ തനിച്ചാക്കി പോകാൻ നിനക്ക് കഴിഞ്ഞു? നീ ഇല്ലാതെ എനിക്കൊരു ക്ഷണം പോലും ജീവിക്കാൻ പറ്റില്ല. എന്നെ തനിച്ചാക്കിയിട്ട് പോകല്ലേ വൈദേഹി. നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ദേവ, ദേവ, ദേവ. ആരാധ്യ, ഐ എം റിയലി സോറി ആരാധ്യ. ഇറ്റ്സ് ഓക്കെ ദേവ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നീ വൈദേഹിയെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് ആരെ കണ്ടാലും നിനക്ക് അത് വൈദേഹിയാണെന്നുള്ള തോന്നലുണ്ടാകുന്നത്. നിങ്ങളുടെ പ്രണയം അനശ്വരമാണ് ദേവ. കുറച്ചു കാലമേ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചുള്ളെങ്കിലും ഇത്രയും സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞ വൈദേഹി ശരിക്കും ഒത്തിരി ഭാഗ്യം ചെയ്തവളാ. നൂറ് വർഷം ഈ ലോകത്ത് ജീവിച്ചിരുന്നാലും ഇതുപോലൊരു സ്നേഹം പലർക്കും കിട്ടാറില്ല എന്നുള്ളതാ സത്യം. അവരോട് താരതമ്യം ചെയ്ത വൈദേഹിയെ പോലൊരു ഭാഗ്യവതി വേറെ ഉണ്ടാവില്ല. ജീവിച്ചു തുടങ്ങിയതേ ഉള്ളല്ലേ, അപ്പോഴേക്കും നിന്റെ കൈകളിൽ അവൾ മരിച്ചു വീണു. പക്ഷേ ഞാൻ എത്ര വലിയ നിർഭാഗ്യവാനാ. എനിക്കെന്റെ വൈദേഹി നഷ്ടപ്പെട്ടില്ലേ. എന്റെ കൺമുമ്പിൽ വെച്ച് അവള് പെടഞ്ഞു മരിച്ചത്. അവളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആരാധ്യ, എനിക്ക് മാത്രം എന്താ എങ്ങനെ ഒരു വിധി? എന്തിനാ എന്റെ വൈദേഹി എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോയത്? എന്റെ വൈദേഹി ഇല്ലാത്ത ഈ ലോകത്ത് ഇനി എങ്ങനെ ഞാൻ ജീവനോട് ഇരിക്കും ആരാധ്യ? എനിക്ക് ജീവിക്കണമെന്നില്ല. സ്നേഹം വളരെയേറെ അമൂല്യമായതാണ്. പക്ഷെ മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്. എപ്പോ ആരെ എവിടെ വെച്ച് തിരികെ കൊണ്ടുപോകണമെന്ന് അതിനറിയില്ല. ആരെത്ര കാലം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ടാകും. അതിനെ മറികടക്കാൻ നമുക്കാവില്ലല്ലോ. നമ്മൾ തമ്മിൽ എന്നേ വേർപിരിഞ്ഞതാ. പക്ഷെ ഇത്രയും കാലത്തിന് ശേഷം വീണ്ടും ഇങ്ങനൊരവസ്ഥയിൽ കണ്ടുമുട്ടുമെന്ന് വിചാരിച്ചോ? എല്ലാം വിധിയാടാ. മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കെ. അത് സങ്കടം മാത്രമേ നൽകൂ. ഓർമ്മകളെ താലോലിക്കാതിരിക്കാൻ ശ്രമിക്കുക. പുതിയൊരു ജീവിതം തുടങ്ങാൻ നോക്ക്. പോയവരോടൊപ്പം നമുക്കും പോകാൻ പറ്റില്ലല്ലോ. എന്റെ വൈദേഹി ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ ഒട്ടും ആഗ്രഹമില്ല ആരാധ്യ. നമുക്ക് ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നൂടാ ദേവ. പക്ഷെ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. വൈദേഹിയുടെ വിധി കഴിഞ്ഞു എന്ന് കരുത്. നമുക്കിനിയും ജീവിതം മുന്നോട്ടുണ്ടല്ലോ.
ആ സ്നേഹിച്ച വ്യക്തിയെ മറക്കാന്ന് പറഞ്ഞ അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. എന്നാൽ കാലം കടന്നു പോകുന്നതിനൊപ്പം മറവി നമ്മുടെ മനസ്സിനെ തഴുകും. പുതിയ ആൾക്കാരെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ചില കണ്ടുമുട്ടലുകൾ പഴയ ആൾക്കാരെ മറക്കാൻ നമ്മളെ സഹായിക്കും. നീ നിന്റെ വൈദേഹി തീർത്തും മറന്നു കളയുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ വേദനയിൽ നിന്നും നിനക്കൊരു ശമനം കിട്ടും. കുറച്ച് സമയമെടുക്കും, അത്രമാത്രം. ദേവ, നീ പാല് കുടിക്ക്, എന്നിട്ട് കിടന്നുറങ്ങ്. ഗുഡ് നൈറ്റ് ദേവ. മാഡം, കോടതിയിലേക്ക് എത്താൻ ഇനിയും സമയമുണ്ടല്ലോ. നമുക്കൊരു ചായ കുടിച്ചാലോ? ഡ്രൈവർ, വണ്ടി നിർത്തൂ. ശരി മാഡം. വൈശാലി, ഇനി ചായ കുടിക്കുന്നോ? നിനക്കൊരിക്കലും എന്റെ വൈദേഹിയാവാൻ കഴിയില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. വേഗം ഇറങ്ങിപ്പോടുന്നു. ഇവര് തന്നെയാണ് വൈശാലി. അല്ല, ഞാൻ വൈശാലി അല്ല സാറേ. മിസ്റ്റർ ദേവൻ, അവൾ നിന്റെ ഭാര്യയാണോ? അല്ല. ആമൃതരം ശശിവർണം. ഓം ഹരിശ്രീ നമഃ. പറഞ്ഞാട്ടെ, ആരുടെ പേരില അർച്ചന നടത്തണ്ടേ? ദേവൻ വൈദേഹി. ദേവൻ വൈദേഹി നാമദേശ ക്ഷേമം ഐശ്വര്യം ആരോഗ്യമസ്തോ. ഭഗവാനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എനിക്ക് ഇത്രയേറെ പരീക്ഷണങ്ങള്? കല്യാണം കഴിഞ്ഞതു മുതൽ ഞങ്ങളെ തമ്മിൽ ഒന്നിക്കാൻ നീ അനുവദിച്ചിട്ടില്ല. അതൊന്നും പോരഞ്ഞിട്ടാണോ പിന്നെയും ഇങ്ങനെ ഒരു പരീക്ഷണം? അന്ന് ഞാൻ എപ്പോഴെങ്കിലും തിരിച്ചു വരുന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും എന്റെ ദേവേട്ടനുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കൺമുന്നിലുള്ള ഞാൻ
മരിച്ചു എന്നാണ് ദേവേട്ടൻ വിശ്വസിക്കുന്നത്. എന്നെ ദേവേട്ടൻ തള്ളി പറയുന്നതല്ല എന്റെ വിഷമം. ഞാനില്ലാതെ ദേവേട്ടൻ കിടന്നൊരുക്കുന്നത് കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ വൈദികയാണെന്ന് തെളിയിച്ചു കൊടുക്ക്. ചതി എന്താണെന്ന് എല്ലാവരുടെയും കണ്ണുകൾക്ക് കാണിച്ചു കൊടുക്ക്. ഈ ജന്മം എനിക്കിത് മാത്രം മതി. മഹാദേവാ നമഃ, ആദിദേവാ നമഃ, ആദിപുരുഷായേ നമഃ, ശ്രീ വെങ്കടേശ്വരായ നമഃ, ഓം ചതുർവേദ പണ്ഡിതായേ നമഃ, ഓം ഹിരണ്യായ നമഃ. ആരതി തൊഴുക. ചന്ദ്രാം ഹിരൺമയേ ലക്ഷ്മീം ചന്ദ്രവേദോ നമഃ. കുട്ടിയെ ഇനി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഐശ്വര്യം കടാക്ഷോ നമോ നമഃ, സപൂർവ മൃതമൃത്യ നമഃ. എങ്ങനെ അവിടെ വിട്ടു കളഞ്ഞത്? സോറി മാഡം, ഞങ്ങള് വൈദേഹി ഇറങ്ങി പോകുന്നത് കണ്ടില്ലായിരുന്നു. ഏയ്, നീ എവിടെ പോയത്? ഒന്ന് അമ്പലത്തിൽ കയറിയതാ. അമ്പലത്തിലോ? നീ ഓടി രക്ഷപ്പെട്ടു എന്നാ ഞാൻ കരുതിയത്. ഞാൻ വൈദേഹിയാണെന്ന് തെളിയിച്ച് എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് തിരികെ പോകുന്നത് വരെ ഞാൻ എങ്ങോട്ടും പോവില്ല മാഡം. ഭർത്താവോ? നിനക്ക് എവിടുന്നാടി ഭർത്താവ്? കൊന്നു കളഞ്ഞില്ലേ നീ? മാഡം, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. അങ്ങനെ മാത്രം പറയരുത്. ഞാൻ വൈദേഹിയ മാഡം. എന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ട്. ഏയ്, മതിയാക്കാറായില്ലേ നിന്റെ ഈ നാടകം? ഭർത്താവിനെ കുത്തി കൊന്നിട്ട് കൊട്ടാരത്തിലെ മരുമകളാകാൻ കിണഞ്ഞ് ശ്രമിക്കുവാണോ നീ? നീ ആള് മിടിക്കുകയാണല്ലോടി. ഒരു കാര്യം ഓർത്തോ, ഇന്നല്ലെങ്കിൽ നാളെ സത്യം മാത്രമേ വിജയിക്കൂ. അങ്ങനെയാണെങ്കിൽ സത്യം വിജയിച്ചാൽ മതിയെന്ന് പ്രാർത്ഥിച്ചോളൂ. സത്യം എന്താന്ന് എന്റെ മനസ്സിനറിയാം, ആ ദൈവത്തിനും അറിയാം. മതി മതി, നീ വണ്ടി കയറാൻ നോക്ക്. ചെല്ലിയല്ലേ, ഇവിടെ വണ്ടി കയറ്റാൻ നോക്ക്. വാ, നടക്ക്. ആരാധ്യ, എന്റെ ഈ ജീവിതത്തിൽ എന്റെ വൈദേഹിക്കുണ്ടായിരുന്ന സ്ഥാനം അത് പവിത്രമാണ്. ആ സ്ഥാനം പങ്കുവെക്കാൻ മാത്രം ആർക്കും യോഗ്യതയില്ലെന്ന് ഈ പെൺകുട്ടിയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നേ. ഇത് അവസാനത്തെ തവണയായിരിക്കും ഞാൻ ഈ കോടതിയിലേക്ക് വരുന്നത്. ഓരോ ജീവിതത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നവരെ മറ്റൊരാളുമായി പകരം വെക്കാനാവില്ല. എന്നാലും അവരില്ലാന്നുള്ള കുറവ് തീർക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊരിക്കലും ഈ കൊലപാതകയോ കള്ളിയോ ആവില്ല എന്നുറപ്പാ. അവള് വൈദേഹിയുടെ സ്ഥാനം ആഗ്രഹിക്കുന്നത് പോയിട്ട് നിന്റെ മുൻപിൽ പോലും വരാൻ പറ്റാത്ത വിധം അവളെ ജയിലഴിക്കുള്ളിലാക്കും ഞാൻ. മതി, നിർത്ത്. എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ കൊലപാതകി കള്ളി എന്നൊക്കെ വിളിക്കുന്ന? വിധി എഴുതാൻ നിങ്ങൾ ജഡ്ജി ഒന്നല്ലോ. സത്യത്തിൽ ഇതെന്റെ ശരിക്കുള്ള മുഖം പോലുമല്ല. ഈ രൂപത്തിലുള്ള മറ്റാരോ തെറ്റ് ചെയ്തതിന് എന്നെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? എല്ലാരും ഒരു കാര്യം നല്ലോണം ഓർമ്മിച്ചോ. വൈദേഹി മരിച്ചു മരിച്ചു എന്നൊരു 100 വട്ടം പറയുന്നില്ലേ? അതിനൊരിക്കൽ നിങ്ങൾ വേദനിക്കും. വൈദേഹി ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. നിങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട്. എന്നെയും ദേവേട്ടനെയും വേർപിരിക്കാൻ ആ ദൈവത്തിന് പോലും കഴിയില്ല. പിന്നെയല്ലേ നിങ്ങളെ പോലെ ഒരാള്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇതിനുത്തരം കുറച്ചു കഴിയുമ്പോ കോടതിയിൽ നിന്ന് കിട്ടും. വാടദേവ, എല്ലാരും ഒരു മിനിറ്റ് ഒന്ന് നിൽക്കോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതും അമ്മയോട്. അമ്മ ഒന്ന് എന്റെ കൂടെ വന്നാ നന്നായിരുന്നു. ആരാടി നിന്റെ അമ്മ? ആരെ ബന്ധം കൂട്ടി വിളിക്കുന്നത്? എന്റെ ഒരു കഷ്ടകാലം. എന്റെ വൈദേഹിയുടെ മുഖം കെട്ടിയോണ്ട് നിനക്ക് എന്തു ആവാന്നാണോ? ഞാൻ പറയുന്നത് കേക്ക്. ഒരൊറ്റ നിമിഷം എനിക്ക് അമ്മയോടൊന്ന് തനിച്ച് സംസാരിക്കണമായിരുന്നു. ഏയ്,
ഇതെന്താണ് ഈ പുതിയ നാടകം? അമ്മയോട് തനിച്ച് സംസാരിച്ച് മനസ്സ് മാറ്റാനാണോ? നീ തലകുത്തി നിന്നാലും ആരും വൈദേഹിയാണെന്ന് വിശ്വസിക്കില്ല. അവളൊന്ന് സംസാരിച്ചു നോക്കട്ടെ, അതിൽ തെറ്റൊന്നുമില്ലല്ലോ. എന്താ ഇത് ഇൻസ്പെക്ടർ? ഇന്നലെ തൊട്ട് പറയുന്നതാ അവൾക്ക് ഈ മേഡത്തിനോട് 1 മിനിറ്റ് ഒന്ന് സംസാരിക്കണോന്ന്. നമുക്കൊരു ചാൻസ് കൊടുത്താൽ എന്താ പറയാനുള്ളതെന്ന് അറിയാലോ. അതിലൊന്നും കാര്യമില്ല ഇൻസ്പെക്ടർ. എന്ത് സംസാരിക്കണമെങ്കിലും അത് കോടതിയിൽ വെച്ച് പറഞ്ഞാൽ മതി. അവര് പ്രതിയാണ്. പ്രതിക്ക് ഇത്തരം സ്വാതന്ത്ര്യങ്ങളൊന്നും അനുവദിച്ചു കൊടുക്കാറില്ല. നിയമത്തിൽ അങ്ങനെ ഒരു ലൂപ്പ് ഹോളും ഇല്ല. നിയമത്തിന് എന്താണ് വക്കീലെ ഇതുമായിട്ട് ബന്ധം? വൈദേഹി മരിച്ചുപോയിന്നല്ലേ നിങ്ങളെല്ലാരും വിശ്വസിച്ചിരിക്കുന്നത്? ഇവരെന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കേയില്ല. ആ ഉറപ്പുള്ളപ്പോ ഇവരെന്തു പറഞ്ഞാലും എന്താ പറയാനുള്ളതെന്ന് ആ മേഡം ഒന്ന് കേക്കട്ടെ.